മാലിന്യം നിറഞ്ഞ തോട് സ്കൂൾ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ആരോഗ്യത്തിന് ഭീഷണിയായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. ഫോർട്ട് കൊച്ചിയിലെ CP തോടാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവു മാലിന്യങ്ങളും നിറഞ്ഞ് പൊതുജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുന്നത്. മേൽ അധികാരികൾ ഇടപെട്ട് ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി പുതുജീവൻ തേടി CP തോട്. കുറച്ച് മഴയൊക്കെ പെയ്തതിനാൽ നല്ല മണവും വളരെ വളരെ മോശം. തോടലും അഴുക്കും ഇതൊക്കെ ആയിട്ട് 19 കൊല്ലത്തോളമായി ഇതിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്മെല്ലും ഈ അഴുക്കും ഒക്കെ ആയിട്ട് ഈ തോട് ഭരണകർത്താക്കൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ അവകാശമാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ പൊതുജനങ്ങളുടെ ഹീനമായ പ്രവൃത്തിയിലും അധികാരികളുടെ ശ്രദ്ധയില്ലായ്മയിലും നശിക്കുകയാണ് ഈ തോട്. കൊച്ചി നഗരസഭയുടെ അതിർത്തിയിലുള്ള ഫോർട്ട് കൊച്ചി CP തോടാണ് വർഷങ്ങളായി ഈ ദുരവസ്ഥയിൽ തുടരുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഫുഡ് വേസ്റ്റുകളും നിറഞ്ഞ ഈ തോട് നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഭീഷണിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂളിലായി എത്തിയൊന്നും പോകാൻ പറ്റൂല. ഡെയിലി വന്ന് പോണൊക്കെ തന്നെ മണം സഹിച്ചുകൊണ്ടാണ്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവന്ന് ചവറിടും. പിന്നെ സ്കൂളിൽ പഠിക്കാതിരിക്കുമ്പോഴൊന്നും പഠിക്കാതിരിക്കാൻ പറ്റുള്ള ഈ മഴ പെയ്തതിനാൽ ഈ വെള്ളം കയറി ചീത്ത വെള്ളത്തിൽ കൂടിയാണ് നമ്മൾ പോകും. ഇവിടുത്തെ കൈവരിയൊക്കെ നശിഞ്ഞ് കിടക്കണം. കാരണം ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാനൊന്നും പറ്റില്ല. അതിലേക്ക് ഏത് നിമിഷവും വീഴുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ കുട്ടികൾ കളിക്കുന്നത്. ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നവർ അനുഭവപ്പെടുന്നത്. സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും സമീപത്ത് കൂടി ഒഴുകുന്ന ഈ തോടിന് കൈവരിയില്ലാത്തതാണ് അതിലേറെ ഭീഷണി. ഭയങ്കരമാണ്. അത്രയൊക്കെ എല്ലാവരും കൂടി ചവറുകൊണ്ട് നിൽക്കുന്നത് പറഞ്ഞ കാര്യമില്ല. ഇങ്ങനെ പ്ലാന്റിൻ്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ആൾമാരൊന്നും ചെയ്യുന്നില്ല. ചവറിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റൊക്കെ കെട്ടി അത് പൊട്ടിക്കഴിഞ്ഞ് എല്ലായിടത്തും പോയി. അതിനുശേഷം ഇവിടെ ഇപ്പോൾ ആധാരമുണ്ടായി ഈ കല്ലിട്ട് പൊളിച്ച് പോയിട്ട് പിടിക്കില്ല. മുമ്പ് കാലങ്ങളിൽ വെള്ളം കയറി ഏതാണ്ട് വെള്ളം കയറാനുള്ള സ്ഥിതികളൊക്കെ ആയിട്ട് അതിന് തോടില്ല അവസ്ഥ. നിരവധി കുട്ടികളാണ് ഇതിന്റെ അരികിൽ കളിക്കാനായി ഉല്ലസിക്കാനുമായി എത്തുന്നത്. തോടുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് ഉണ്ട്. കാരണം ഇത്രയും അഴുക്കും മോശമായ രീതിയിലാണ് ഈ തോടിൻ്റെ അവസ്ഥ. തോടലും അഴുക്കും ഇതൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ അപകട ഇതിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും വെള്ളം കയറാം എന്നുള്ള രീതിയിലാണ്. പിന്നെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത സ്മെല്ലാണ് ഈ പരിസരത്ത് ഉള്ളത്. ചില ആളുകളെല്ലാം ചവറും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇടും. പനി, ചുമ, കോര എല്ലാം ഇവിടെയുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉണ്ടാകണതാണ്. കാരണം ഈ സ്മെല്ല് കൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നതെന്നാണ് പറയണം. അഴുക്കുകൾ, പിന്നെ കുടലുകൾ ഇതെല്ലാം ഇതിൽ കൂടിയാണ് ഒഴുകി പോകുന്നത്. ഈരവേലി, കോമ്പാറമുക്ക് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറാറുണ്ട്. ഇവിടെ ഇങ്ങനെ കാണാനുള്ള സംഭവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ വന്നു പോകണേ, പക്ഷേ ആൾക്കാർ ചവറ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരാതി കൊടുത്തിട്ടും യാതൊരു സ്ഥലത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയും അധികാരികളെ ചെയ്യണം. അധികാരികൾ ഇതിന് എന്തെങ്കിലും നടപടി എടുക്കണം. മേലധികാരികളും പൊതുജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തരം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടർ ഷിബിന ലിജനോടൊപ്പം ഹസ്ന ഹാരിസ്, മെട്രോ 7 ന്യൂസ്, കൊച്ചി. മിഴിവുള്ള സ്ഫടിക തുല്യമായ കാഴ്ചകൾക്ക് അയ്യാൻ ലെൻസ് തോപ്പുംപടി. കൃത്യതയോടെയും ഗ്യാരണ്ടിയോടും കൂടിയ നേത്ര പരിശോധന. നേത്ര സംരക്ഷണ രംഗത്തെ 3 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. അയ്യാൻ ലെൻസ്, കണ്ണുകൾക്ക് തുണയായി എന്നും നിങ്ങളോടൊപ്പം.